ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൽ ലേണിംഗ് ആപ്പ്. അപ്പൊ നാളെ നമ്മുടെ 9ാം ക്ലാസ്സിന്റെ എക്സാമിങ് ആയി അല്ലേ? എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടാവും. സോ ഒരു കിടിലൻ ഷുവർ ഷോട്ട് ആയിട്ട് വരുന്ന 1-2 ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഓർഗനൈസ്ഡ് സെക്ടർ എന്താ, അൺഓർഗനൈസ്ഡ് സെക്ടർ എന്താ, അതായത് സംഘടിത മേഖലയും അസംഘടിത മേഖലയും. ഓക്കെ, അപ്പൊ സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ബെനിഫിറ്റ് എന്താ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കാര്യം നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, ഹൈ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്ന് പഠിക്കാൻ പോവുകയാണ് കേട്ടോ. ഒന്നാമത്തത് സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങളാണ്, തീരെ എംപ്ലോയി ഫ്രണ്ട്ലി അല്ല. ഓക്കെ, എംപ്ലോയി ഫ്രണ്ട്ലി അല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉണ്ടാവുക. പിന്നെ ലോങ് വർക്കിംഗ് ഹവേഴ്സ് ആണ്, അതായത് ദീർഘമായിട്ടുള്ള തൊഴിൽ സമയം. സാധാരണ ഒരു കമ്പനിയിൽ 8 മണിക്കൂറൊക്കെയാണ് ശരാശരി വർക്ക് ചെയ്യേണ്ടത് അല്ലെ? 8 മണിക്കൂർ ജോലി. നിങ്ങൾ ഒരു സാധനം കേട്ടിട്ടുണ്ടോ? 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ എന്താ വിശ്രമം എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലേ? അങ്ങനെയാണ് 24 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതെന്നാണ് പറയുക ശരിക്കും. അപ്പോൾ 8 മണിക്കൂറൊക്കെയാണ് ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടർ ആണെങ്കിൽ നമ്മൾ 10-15 മണിക്കൂറൊക്കെ എന്താ വർക്ക് ചെയ്യേണ്ടി വരും ഡെയിലി. ഓക്കെ, ദീർഘമായിട്ടുള്ള എന്താ വർക്കിംഗ് ഹവേഴ്സ് ആണ് ഉണ്ടാവുക അൺഓർഗനൈസ്ഡ് സെക്ടറിൽ അല്ലേ? ദീർഘമായ തൊഴിൽ സമയമാണ്. താരതമ്യേന കുറഞ്ഞ വേതനമായിരിക്കും അൺഓർഗനൈസ്ഡ് സെക്ടറിൽ എംപ്ലോയീസിന് കിട്ടുക അല്ലെ? കുറഞ്ഞ വേതനമായിരിക്കും കിട്ടുക, ലോ വേജസ് ആയിരിക്കും അല്ലെ? നല്ല വേജ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഓർഗനൈസ്ഡ് സെക്ടറിൽ തന്നെ വർക്ക് ചെയ്യണം. പിന്നെ എന്താ, സാമൂഹ്യ സാമ്പത്തിക അസമത്വമായിരിക്കും, അതായത് സോഷ്യോ എക്കണോമിക് ഇനീക്വാലിറ്റി ഉണ്ടാകും അവിടെ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോഷ്യോ എക്കണോമിക് ഇനീക്വാലിറ്റി ഉണ്ടാകും. പിന്നെ ബാക്ക്വേർഡ്നെസ് അല്ലെ? ഭയങ്കരമായിട്ട് എന്താ ഒരു താഴ്ന്ന ജീവിത നിലവാരമായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഈ നമ്മളെന്താ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണെങ്കിൽ നമുക്ക് വലിയ എന്താ പറയുക നല്ല ലിവിങ് സ്റ്റാൻഡേർഡ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഒരു താഴ്ന്ന ജീവിത നിലവാരമേ നമുക്ക് ഉണ്ടാവുള്ളൂ, അതേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറഞ്ഞ ശമ്പളമേ നമുക്ക് കിട്ടുള്ളൂ. ചെറിയ ശമ്പളം കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടി വരും അല്ലേ? നല്ലൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റൂല, മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ സാമൂഹ്യ പരിരക്ഷ ഇല്ലായ്മ അല്ലെ? ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഒരു അസംഘടിത മേഖലയിലെ തൊഴിലാളി നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതാൻ പറ്റണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം നാളെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണിത്. പിന്നെ വേറെ എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം പ്രവർത്തകർ അല്ലെങ്കിൽ എന്താ ഗിഗ് എക്കണോമിയിലെ വർക്കേഴ്സ് എന്താണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പം ഗിഗ് എക്കണോമിയുടെ ഡെഫിനിഷനും കൂടെ നിങ്ങൾ പഠിക്കണം. ഒരു പുതിയ വേർഡാണ് ഈ ഗിഗ് എക്കണോമി എന്നൊക്കെ പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ എന്താ ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്താണ്, റൈറ്റ് ദെയർ ഫീച്ചേഴ്സ് എന്നൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ ഈ കോഡ് ഓഫ് കണ്ടക്ട്, അതായത് സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ആണ് എന്താണ് ഒരു ഗിഗ് തൊഴിലാളി അല്ലെങ്കിൽ ഒരു ഗിഗ് വർക്കർ എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യുന്നത്. ആ ഡെഫിനിഷൻ ആദ്യം തന്നെ എഴുതണം. ഓക്കെ, പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ എന്താ ഒരു ഗിഗ് പ്ലാറ്റ്ഫോം പ്രവർത്തകൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗിഗ് പ്ലാറ്റ്ഫോം പ്രവർത്തകൻ അല്ലെങ്കിൽ എന്താ ഒരു ഗിഗ് വർക്കർ അല്ലെങ്കിൽ ഒരു ഗിഗ് എംപ്ലോയി എന്നൊക്കെ പറയുന്നത് ഇതിനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എ ഗിഗ് പ്ലാറ്റ്ഫോം വർക്കർ ആസ് എ വർക്കർ ഹു വർക്ക്സ് ഔട്ട്സൈഡ് ദ കൺവെൻഷണൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ആൻഡ് ഏൺസ് മണി ഫ്രം ഇറ്റ്. നിങ്ങൾക്ക് ഗിഗ് പ്രവർത്തകരായിട്ട് തോന്നുന്ന നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊബർ ഡ്രൈവേഴ്സ്, ഓല ഡ്രൈവേഴ്സ്, സൊമാറ്റോ, സ്വിഗ്ഗി, സെപ്റ്റോ, ഡെൻസോൻ്റെ ഒക്കെ വാലറ്റ് അല്ലേ? വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ആളില്ലേ? സൊമാറ്റോ ഡെലിവറി ബോയ്, സ്വിഗ്ഗി ഡെലിവറി ബോയ്, ഫ്രീലാൻസേഴ്സ് അല്ലേ? ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെയാണ് ഈ ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് അല്ലെങ്കിൽ എന്താ ഗിഗ് എക്കണോമിയിലെ വർക്കേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി അവരുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു അല്ലെ? ഒരു കോൺട്രാക്ട് ബേസിലാണ് ഇവർ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഒരു കോൺട്രാക്ട് ബേസിലാണ് ഇവർ എന്താ പറയുക വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. താൽക്കാലികവും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ അല്ലെ? ഒരു ടെമ്പററി വർക്കായിരിക്കും, ഇതൊരു പെർമനന്റ് ജോബ് അല്ല. ഗിഗ് വർക്കേഴ്സിൻ്റെത് ഒരു ടെമ്പററി ജോബ് ആയിരിക്കും. ആൻഡ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് അറ്റ് എ ടൈം ബൗണ്ട് മാനർ. ഇപ്പം നമ്മളൊരു ഡെലിവറി ഏജന്റ് 15 മിനിറ്റ് കൊണ്ട് ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്ത് തരണ്ടേ അല്ലേ? അപ്പം കറക്റ്റ് ടൈം ബൗണ്ടഡ് ആയിട്ട് ഇത് തീർത്തു കൊടുക്കേണ്ടി വരും. മൂന്നാമത്തെ എന്താ, ദേ ക്യാൻ വർക്ക് ഇൻ മോർ ദാൻ വൺ എസ്റ്റാബ്ലിഷ്മെന്റ് സൈമൾട്ടേനിയസ്ലി. ഒരു സമയം ഒന്നിലധികം കമ്പനികളിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രീലാൻസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഒരേ സമയം 2-3 കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഒരേ സമയം ഒന്നിലധികം കമ്പനികളിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ എന്താ, സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ട്. ഇപ്പം ഒരു സൊമാറ്റോൻ്റെ ഒക്കെ ഡെലിവറി ബോയ് ആണെങ്കിൽ അയാളിപ്പം പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ? അയാളിപ്പോൾ കോളേജൊക്കെ വന്നു കഴിഞ്ഞാൽ 5 മണി തൊട്ട് രാത്രി 10 മണി വരെ ആയിരിക്കും ഫുഡിൻ്റെ ഡെലിവറി കൊണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ കാര്യം ഒന്ന് പഠിച്ചു വെക്കണം. they have the freedom to work according to their time and situation ആണ് ഇതിൽ പറയുന്നത്. പിന്നെ opportunities are provided to test their talent and in the areas of their interest.
ഓക്കെ, അപ്പോൾ ഫ്രീലാൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് ചെയ്ത് കൊടുക്കുക, അതിന് നല്ല പൈസ കിട്ടും. ഓക്കെ, ഫ്രീലാൻസേഴ്സ് ഒക്കെ ഗിഗ് പ്ലാറ്റ്ഫോമിൽ വരുന്ന നല്ല കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഉദാഹരണമായിട്ട് നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫ്രീലാൻസേഴ്സ്, ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടേഴ്സ്, വേരിയസ് ഓൺലൈൻ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ വർക്കേഴ്സ്, ഡ്രൈവേഴ്സ് എക്സെട്ര. ഈ ഡ്രൈവറായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഊബർ, ഓല അങ്ങനത്തെ ഡ്രൈവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ടൊരു കമ്പനിയിൽ കൃത്യമായിട്ട് സാലറി വാങ്ങുന്ന ഡ്രൈവർമാരും അതുപോലെ ഗവൺമെൻറ് സർക്കാർ ഡ്രൈവർമാരൊന്നും ഇതിൽ വരില്ല. അപ്പോൾ KSRTC ഡ്രൈവർമാർ അങ്ങനത്തെ ഒന്നും ഇതിൽ വരില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഊബർ, ഓല ഡ്രൈവേഴ്സിനൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്താണെന്നുള്ള കാര്യം കിടിലനായിട്ട് പഠിക്കുക. റിലേറ്റീവ് ഇതൊരു പുതിയ മേഖലയാണ്, അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കാൻ ഹൈ ചാൻസ് ആണുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ 2 ചോദ്യങ്ങളും പഠിച്ചിട്ട് വേണം നിങ്ങൾ നാളത്തെ പരീക്ഷ എഴുതാനായിട്ട്. സോ എല്ലാവരും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് മാരത്തോൺ ലൈവിൽ കാണാം. അപ്പം ബൈ.